ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ഇബാദത്തുകൾ പലതും നിർവഹിക്കുമ്പോൾ ഒരു തൃപ്തിയില്ലായ്മയും, അതുപോലെ തന്നെ അനാവശ്യമായ ചില തോന്നലുകൾ മനസ്സകങ്ങളിൽ നിറയുകയും ആ തോന്നലുകളെ നാവുകൾ കൊണ്ട് പറയുന്നത് വല്ലാത്ത അപകടകരമായി പോകും. അതീവ ജാഗ്രത കൈക്കൊള്ളേണ്ടുന്ന വിഷയങ്ങളാണ്. ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പലരുടെയും മനസ്സുകളിൽ തോന്നുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വസ്വാസ് രോഗമാണ്. അത് മനുഷ്യ മനസ്സുകളിൽ പിശാചാണത് കുത്തിവെക്കുന്നത്. അവൻ്റെ ദുർബോധനങ്ങളാണ് മനുഷ്യരെ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല രൂപത്തിലുള്ള തോന്നലുകൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ വരും. നമുക്ക് കൺട്രോൾ കഴിയില്ലാതൊന്നും. ഇന്നതേ ചിന്തിക്കാവൂ എൻ്റെ ഹൃദയം കൊണ്ട് എന്ന്. എൻ്റെ കൺട്രോളിലല്ലല്ലോ എൻ്റെ ഹൃദയം. അതുകൊണ്ട് തന്നെ അതിൽ പലതും കയറി വരും. പലതും കയറി വരുമ്പോൾ അതൊക്കെ നമ്മൾ പറയുകയോ അതല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ കാഫിറായി പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പോലും അത്തരം ചിന്താഗതികളിൽ കടന്നു വരുന്നുണ്ടാകും. വല്ലാത്തൊരു വിഷമകരമായ സാഹചര്യമാണത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏവരും അനുഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സമീപത്തേക്ക് ഏതാനും ആളുകൾ കടന്നു വന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ പറയുന്നുണ്ട്, ജാഅ നാസും മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരിൽ നിന്ന് ഒരു കൂട്ടം ഏതാനും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, നബിയെ, ഇന്നാ നജിദു ഫീ അൻഫുസിനാ മാ യതആലമു അഹദുനാ അൻ യതകല്ലമ ബിഹി. ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, ഞങ്ങളുടെയൊക്കെ ചിന്തകളിൽ ചിലതൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് നബിയെ. ആ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെങ്ങാനും ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് അതീവ ഗുരുതരമായ വിഷയങ്ങളായി പോകും. എന്താണ് പ്രവാചകരെ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്? ഇതിനെന്താണ് നിവൃത്തി? പരിഹാരം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്ക് കയറി തിരിച്ചു ചോദിച്ചു, വഖദ് വജത്തുമൂഹു, നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാൽ അത് വല്ലാത്ത ഗുരുതരമായ വിഷയമായി പോകും എന്ന ഭയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബികൾ പറഞ്ഞു, നഅം, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്, ദാക സരീഹുൽ ഈമാൻ, അത് പ്രകടമായ ഈമാൻ തന്നെയാണ്. അത് ഈമാനിന്റെ പ്രകടമായ ഒരു ലക്ഷണം തന്നെയാണത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാശ്വസിപ്പിക്കുകയുണ്ടായി. ഇവിടെ എന്താ സഹോദരങ്ങളെ ഈ പറയുന്നത്? മനുഷ്യ മനസ്സിൽ ഇന്ന് ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്നത്തെ സഹാബിമാരുടെ മനസ്സുകളിൽ ഇത്രയൊക്കെ വന്നുവെങ്കിൽ, ഇന്ന് സ്വതന്ത്ര ചിന്തകരാണ് ഞങ്ങളെന്ന്, ഫ്രീ തിങ്കേഴ്സാണ് ഞങ്ങളെന്ന്, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്കും മനുഷ്യനെ പിടിച്ചു വലിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ പേരിൽ, ഇസ്ലാമികമായ ആശയങ്ങളുടെ പേരിൽ നൂറുകൂട്ടം വസുവാസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ പിശാചുക്കൾ വിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം വസുവാസുകൾ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ സഹാബിമാര് നബി തങ്ങളോട് പറഞ്ഞതെന്താ? നബിയെ, ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ചില ചിന്തകൾ ചില സമയത്ത് കടന്നു വരുന്നുണ്ട് നബിയെ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം ഗുരുതരമായ ചിന്തകളാണതെന്നോ. അതൊക്കെ ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങൾ അങ്ങ് പറഞ്ഞാൽ വല്ലാത്ത അപകടകരമായി പോകുന്ന ചിന്തകളാണതൊക്കെ. പറയാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങൾ പേടിക്കുന്നു അത് നാവ് കൊണ്ട് പറയാൻ. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു ചോദിച്ചത് എന്താ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
അങ്ങനെ നിങ്ങൾക്കത് ഗൗരവമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ പ്രകടമായ ലക്ഷണമാണ് എന്നാണ് ആ പറയുന്നത്. കാരണം എന്താണ്? അങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളോട് വിശ്വാസികൾ എന്തു ചെയ്യുന്നു? അവർ വളരെ പിടിച്ചു നിൽക്കുകയാണ്. ചെകുത്താൻ അവരുടെ മനസ്സുകളിലേക്ക്, അത് മനുഷ്യ പിശാച്ചാവട്ടെ ജിന്ന് പിശാച്ചാവട്ടെ, അവരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്ന വസ്വാസുകളെ അവർ പ്രതിരോധിക്കുകയാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇത്തരം ഒരു അനുഭവം അനുഭവിക്കുന്ന ഒരു വിശ്വാസി എന്താണ് ഫലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൽ മുജാഹിദില്ലദീ ജാഅഹുൽ അദു, തൻ്റെ അടുക്കലേക്ക് കയറി വരുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു ശത്രുവിനെ പ്രതിരോധിക്കുന്നവനെ പോലെയാണ്. ഫദാഫഅഹു ഹത്താ ഗലബഹു ഫഹാദാ അഅ്ളമുൽ ജിഹാദ്. കണ്ടോ, ആ ശത്രുവിനെ അതിജയിക്കുന്ന വിധത്തിൽ ഇയാൾ പ്രതിരോധ നിര സൃഷ്ടിക്കുന്നുണ്ടല്ലോ, പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അത് ജിഹാദിന്റെ ഉന്നതമായ ഇനമാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. അത് പറയാതിരുന്നാൽ മതി, ആ ചിന്തകൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ മതി. നമുക്കതുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ടതുമില്ല. പലരും സംസാരങ്ങളിൽ ഇത്തരത്തിലുള്ള പല ചിന്തകളും പല മനസ്സുകളിലും ചിലപ്പോൾ വരാറുണ്ട്. എന്നൊക്കെ, എന്ത് നിസ്കാരം, എന്ത് അല്ലാഹ്, അല്ലെങ്കിൽ എത്ര കാലമായി ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്താ ഇപ്പൊ പരലോകം, അതൊക്കെ ഉണ്ടോ, ഈ സ്വർഗം അതൊക്കെ ഉണ്ടോ, ഈ നരകം അതൊക്കെ ഉള്ളത് തന്നെയാണോ, വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് മോഹിപ്പിക്കല്ലേ. നല്ല ഒരു ജീവിതത്തിന്റെ ഈ കാലത്ത് അടിച്ചു പൊളിക്കാതെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് നടക്കേണ്ട കാര്യമുണ്ടോന്ന് ഒരു വേള മനസ്സിൽ ശൈത്താൻ ഇങ്ങനെ കൊണ്ടുവരും. എന്നാൽ നമ്മളത് നാവ് കൊണ്ട് പറയുന്നില്ല, നമ്മൾ ഭയപ്പെടുകയാണ്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമോ? ഇല്ലേ, ഇല്ല. അത് നമ്മുടെ ഈമാനിന്റെ പ്രകടമായ ലക്ഷണമാണെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള ശ്രോതാക്കളെ, ഞാനും നിങ്ങളും ഏറെ ഗൗരവത്തോടുകൂടി ഇതിനെക്കുറിച്ചുള്ള ജാഗ്രത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, യഅതി ശൈത്താൻ അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ പിശാച് വരും, എന്നിട്ട് അവൻ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ എറിഞ്ഞു തരും. മൻ ഖലഖ കദാ, ഇപ്രകാരമൊക്കെ സൃഷ്ടിച്ചവൻ ആരാ? മൻ ഖലഖ കദാ, ഇപ്രകാരം ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാ? അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ വിധത്തിലുള്ള കാര്യങ്ങളെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇട്ട്, അതൊക്കെ ആരാ സൃഷ്ടിച്ചത്, ഇതിനെയൊക്കെ ആരാ പടച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഹത്താ യഖൂൽ, അവൻ അവസാനം ഒരു ചോദ്യം ചോദിക്കും, മൻ ഖലഖ റബ്ബക്, നീ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന അള്ളയുണ്ടല്ലോ, ആ അള്ളാനെ ആരായിരിക്കും പടച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ അവസാനം അതിലേക്ക് നിന്റെ മനസ്സിലേക്ക് അവൻ കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഔഷധം നമ്മൾ കൃത്യമായി തന്നെ ആ മരുന്ന് നമ്മൾ മറക്കരുത്. അവിടുന്ന് അങ്ങോട്ട് ഇനി ചിന്തിക്കണ്ട. ഫഇദാ ബലഗഹു, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരാണ്, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് വേണം? അത് പിടുത്തം വിടുന്ന ചർച്ചയാണ്. ഫൽയസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവിൽ ഉടനെ അഭയം ചോദിക്കട്ടെ. അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി, അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന്, അവനുണ്ടാക്കുന്ന ആശങ്കകളിൽ നിന്ന്, ശക്കുകളിൽ നിന്ന് ഒക്കെ ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സഹോദരന്മാരെ, ആ നിലക്ക് കാവൽ ചോദിക്കാനും പിന്നീട് നബി തങ്ങൾ പറയുന്നു, വൽയൻതഹി, അവൻ ആ ചിന്തയിൽ നിന്ന് വേഗം അവന്റെ മനസ്സിനെ അവസാനിപ്പിക്കട്ടെ. ഇനി അങ്ങോട്ടവൻ ചിന്തിക്കേണ്ടതില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്. എന്താ നീ ചിന്തിക്കണ്ടെന്ന് പറയുന്നത്? ബുദ്ധിയെ കൂച്ചുവിലങ്ങിടുകയല്ലേ എന്നൊക്കെ ചില യുക്തിവാദികൾ ചോദിച്ചേക്കാം. അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കുവാനുള്ളത്, ഇവിടെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വരെ പരിധികളുമില്ലേ? എൻ്റെ കണ്ണാണെന്ന് വിചാരിച്ച് എനിക്കെൻ്റെ കണ്ണിന് നൽകപ്പെട്ട ഒരു പരിധിയുണ്ട്, അതിലപ്പുറം കാണാൻ ഞാൻ തയ്യാറായാൽ കണ്ണങ്ങടിച്ചു പോകും. എൻ്റെ കണ്ണിന് താങ്ങാവുന്ന ചില കാര്യങ്ങളെ എൻ്റെ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് നോക്കിയാൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് പോയിട്ട് ഞാൻ അന്ധനായി മാറും. എൻ്റെ ഈ കാതുകൾ, അതിന് കേൾക്കാൻ ചില പരിധികളുണ്ട്, അത് ഉൾക്കൊള്ളാവുന്ന ചില ശബ്ദങ്ങളുണ്ട്. അതിലപ്പുറമുള്ളത് കേൾക്കാനെന്ന കാതടപ്പിക്കുന്ന ശബ്ദമാണ്. കാതങ്ങ് അവിടെ നശിച്ചു പോകും, കേൾവിശക്തി പോകും.
അതുപോലെ തന്നെ എനിക്ക് തൊടാവുന്നവയുണ്ട്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ടറിവ്, കേട്ടറിവ്, രുചിച്ചറിവ്, മണത്തറിവ്, തൊട്ടറിവ്, ഒക്കെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ എണ്ണുന്നതല്ലേ. ഇതേപോലെ മനുഷ്യന് നൽകപ്പെട്ട ഒരു കഴിവാണ് അവൻ്റെ അഖ്ല്, ബുദ്ധി. അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളുണ്ട്, ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അപ്പുറമുള്ള കാര്യങ്ങൾ കടന്ന് ചിന്തിച്ചാൽ ബുദ്ധി ശൂന്യനായി മാറുകയാണ് ചെയ്യുക, അവൻ്റെ ബുദ്ധി നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇവിടെയും നമ്മൾ കാര്യഗൗരവത്തോടെ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ആലോചിച്ചു നോക്കണം, ഇതേപോലെ വിശ്വാസരംഗത്ത് മാത്രമല്ല വസ്വാസ് എന്ന് പറയുന്ന രോഗം മനുഷ്യരിൽ പല മേഖലകളിലും ചെകുത്താൻ കൊണ്ടുവരും. ഇതേപോലെയുള്ള വിശ്വാസരംഗത്ത് മാത്രമല്ല, നമ്മുടെ കർമ്മ മേഖലകളിൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അവർ പലപ്പോഴും പലരുമായിട്ടും അത് പങ്കുവെക്കാറുമുണ്ട്. ഉളു എടുത്താൽ അവർക്കാണ്ട് വസ്വാസ് തീരുന്നില്ല. ഉളു എടുക്കണം എന്നുണ്ടെങ്കിൽ 2-3 ബക്കറ്റ് വെള്ളം വേണം. കാരണം കഴുകിയൊരു തൃപ്തിയാകുന്നില്ല, ഉളു എടുത്തു എന്ന് തോന്നുന്നില്ല. ഇനി ഉളു എടുത്താൽ തന്നെ തുടക്കത്തിൽ ആ നിയത്ത് കരുതിയോ എന്ന് സംശയം. അതേപോലെ തന്നെ അവയവം കഴുകിയോ, എൻ്റെ മുഖം കഴുകിയോ, വലത്തെ കൈ കഴുകിയിട്ടുണ്ടോ, ഇടത്തെ കാല് കഴുകിയോ, ആകെ ഉളുടുത്ത് കഴിയുമ്പോഴേക്ക് അവന് ആശങ്കകളുടെ ഒരു കൂമ്പാരം. കുറേ ടൈം ഒരിക്കൽ ഉളുടുക്കാൻ അവന് ആവശ്യമാണ്. കഴുകിയ തന്നെ കഴുകും. അവന് വസ്വാസ് തീരുന്നില്ല, നനഞ്ഞിട്ടില്ല എന്ന തോന്നൽ. നിസ്കാരത്തിന് വേണ്ടി നിന്നാലോ, അപ്പോൾ അവൻ്റെ മനസ്സിൽ വേറെ ഒരുപാട് വസ്വാസുകൾ. തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞോ, നിയത്ത് ഞാൻ കരുതിയോ, കൈയ്യട്ടിയിട്ട് വീണ്ടും അവൻ അല്ലാഹു അക്ബർ പറയും. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ശരിയാകുന്നില്ല, വീണ്ടും അവൻ കൈ കെട്ടഴിച്ച് 5, 6, 7 തവണ അല്ലാഹു അക്ബറുകൾ പറയുന്ന ആളുകളെ, സഹോദരന്മാരെ, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും, നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ, സൂറത്ത് പാരായണം ചെയ്യുമ്പോ, അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും നിസ്കാരത്തിന്റെ അകത്ത് പാരായണം ചെയ്യുമ്പോ എത്ര തവണയാണ് അതിൻ്റെ അക്ഷരങ്ങൾ മൊഴിയുന്നതിൽ അവർ വസ്വാസുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് പലപ്പോഴും അറിയുന്നില്ല. 3, 4, 5, 6, 7 റക്അത്ത് നിസ്കരിക്കുകയാണ്, എത്ര നിസ്കരിച്ചു എന്ന് അറിയാത്തത് കൊണ്ട്. അതേപോലെ തന്നെ കുളിയുടെ വിഷയം എടുത്തു നോക്കൂ. ആണാവട്ടെ പെണ്ണാവട്ടെ പല ആളുകളും ബാത്റൂമിലാണ് കയറിയാൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് ഫുൾ വെള്ളമൊക്കെ ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ചില ആളുകളെ കുറിച്ച് പറയും, അയാൾ ബാത്റൂമിൽ കയറിയാൽ വീട്ടിൽ പ്രശ്നമാണ്. കാരണം ഈ ഏറ്റവും കൂടുതൽ ജലക്ഷാമമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ടാങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഉളുവെടുത്ത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴേക്ക് അടിച്ചു കയറ്റിയ വെള്ളമൊക്കെ ടാങ്കിൽ കാലിയായിട്ടുണ്ടാകുമെന്ന് പറയുന്ന അനുഭവങ്ങൾ വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. എത്രയോ വീടുകളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളുകളിൽ. എന്താ പ്രശ്നം? കുളിച്ചിട്ടാണ് തൃപ്തിയാകുന്നില്ല. അവർ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു, അതുപോലെ സ്ത്രീകൾ അവർ ഹൈളിൽ നിന്ന് ശുദ്ധീകരിച്ചതിന്റെ ശേഷം കുളിച്ചു, പക്ഷേ തൃപ്തിയാകുന്നില്ല, വൃത്തിയായിട്ടില്ല എന്ന തോന്നൽ. ഇഷ്ടം പോലെ ഷവറിന്റെ ചോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് കോരിയൊഴിച്ച് 1, 2 മണിക്കൂറുകൾ ബാത്റൂമിന്റെ അകത്ത് വെള്ളമൊഴിച്ച് കഴുകിയത് തന്നെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊരസുഖമാണ് സഹോദരങ്ങളെ, ഇതൊരസുഖമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നത്? ഒന്നാമതായി മനുഷ്യന്മാർ ഇതിന് വേണ്ടത്, അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവർ മനസ്സിനെ പഠിപ്പിക്കണം. ഇപ്പൊ ഉദാഹരണം, ഞാൻ എൻ്റെ മുഖം കഴുകി 3 വട്ടം ഞാൻ മുഖം കഴുകി ഉദു എടുക്കുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുകയാണ് ശരിയായിട്ടില്ല, 3 വട്ടം ഞാൻ കഴുകിയോ, ഉടനെ എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതിന്റെ പുറമെ ഞാൻ കഴുകിയിട്ടുണ്ട്, മതി, ഇനി ഞാൻ മടങ്ങൂല, വസ്വാസിൽ ഞാൻ ഇനി അപ്പുറത്തേക്ക് ഇനി 2ാമത് കഴുകാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന മനസ്സിനെ പഠിപ്പിച്ച് അയാൾ വീണ്ടും കഴുകുക എന്നുള്ള പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണം എന്നാണ് കൃത്യമായി തന്നെ വിശദീകരിച്ചത്. ഒരാൾക്ക് ഉളു എടുത്തു കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് തൃപ്തിയായിട്ടുണ്ട് എന്ന് മനസ്സിനെ പഠിപ്പിക്കണം. ശുദ്ധീകരിച്ചു, മൂത്രമൊഴിച്ചു, ശുദ്ധീകരിച്ചിട്ടുണ്ട്, അയാൾക്ക് തോന്നുകയാണ് ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നുകയാണ്. ആ തോന്നൽ അയാൾ അവസാനിപ്പിക്കണം, അതേ അതിന് നിവൃത്തിയുള്ളൂ. നിസ്കാരത്തിൽ തോന്നുന്ന ആ വസ്വാസുകൾ അയാൾക്കുണ്ടാകുമ്പോഴൊക്കെ അയാൾ ആ വസ്വാസിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വലിക്കണം. ഏതുപോലെ ഇത് പിശാച് തന്നെ നശിപ്പിക്കാൻ കൊണ്ടുവരുന്ന സംശയങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ കൽ മുജാഹിദിൽ ലദീ ഇദാ ജാഅഹുൽ അദു, ഒരു ശത്രു തന്നെ കീഴടക്കാൻ വേണ്ടി വരുന്ന ഒരു ശത്രുവിനോട്
പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ധീരനായ മുജാഹിദ് പിടിച്ചു നിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ, ആ നിലക്ക് പിശാചിനോട് പോരാടുവാനുള്ള ഒരു ത്രാണി അവൻ നേടണമെന്നാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് അവൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നുന്ന ആ വസ്വാസ് എന്താണോ, എന്ത് ന്യൂനതയുണ്ട് എന്നാണോ അവന് ശൈത്താൻ ഇപ്പൊ തോന്നിപ്പിക്കുന്നത്, അതില്ല, അത് വെറുതെ ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്, ഞാൻ ശൈത്താന് വഴിപ്പെടില്ല, ശൈത്താന്റെ ദുർബോധനങ്ങൾ എൻ്റെ അടുക്കൽ നടക്കില്ല എന്നിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് അയാൾ അത്തരത്തിലുള്ള ആ ചിന്താഗതികളിൽ നിന്ന് അയാൾ മാറി നിൽക്കലാണ് ഇതിനുള്ള പരിഹാരം. ഇതങ്ങോട്ട് നിരന്തരം ശീലിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ അയാൾക്ക് ആ വസ്വാസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ശൈത്താൻ തോന്നിപ്പിക്കുന്ന ആ വസ്വാസുകൾക്കനുസരിച്ച് അയാൾ കഴുകിയത് തന്നെ വീണ്ടും കഴുകി, കുളിച്ചാൾ വീണ്ടും ഷവറിൻ്റെ അടുത്തേക്ക് നിയ്യത്ത് വെച്ചോല്ലേന്ന് അറിയില്ല, വീണ്ടും കുളിക്കാനിറങ്ങി, ഇങ്ങനെ 100ഉം 2ഉം 3ഉം 4ഉം ഒക്കെ വട്ടം കുളിക്കുക, 4-5 വട്ടം ഉളുവെടുക്കുക, കഴുകിയത് തന്നെ കഴുകുക. ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഒരാൾ മനസ്സിനെ വീണ്ടും വീണ്ടും അഡിക്റ്റ് ആക്കുകയാണെങ്കിൽ മരണം വരെ അയാളുടെ ഈ രോഗം വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് എന്ത് വേണം? അങ്ങനെയുള്ള ചിന്തകൾ വരാൻ അനുവദിക്കാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന്. അതിൻ്റെ പുറമെ ആ തോന്നിയ ചിന്തയെ ഉടൻ തന്നെ മാറ്റി തൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറാണ്, വുളു ക്ലിയറാണ്, കുളി ക്ലിയർ ആയിട്ടുണ്ട്, നിസ്കാരം ശരിയായിട്ടുണ്ട് എന്ന് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് അയാൾ പരിശീലനം നേടുകയാണെങ്കിൽ അയാൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ മാർഗം എന്താണ് സഹോദരങ്ങളെ? ദിക്റുകൾ തന്നെയാണ്. പിശാചിന് ഏറെ വെറുപ്പുള്ള കാര്യം എന്താണ്? ദിക്റുകളാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താൻ അവന് ഏറ്റവും പ്രയാസകരമായ കാര്യമാണത്. ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ അദ്കാറുസ് സബാഹുകൾ, അദ്കാറുൽ മസാഉകൾ, പ്രഭാത പ്രദോഷത്തിൽ നമ്മൾ മുടങ്ങാതെ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, സൂറ, അതുപോലെ തന്നെ ആയത്തുൽ കുർസി, ഉറങ്ങാൻ കിടക്കുന്ന വേളയിലുള്ള ദിക്റുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, അവയൊക്കെ ഓതി, അതുപോലെ തന്നെ കൈകൾ കൊണ്ട് ശരീരം മുഖത്തും എത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം തടവിക്കൊണ്ട് കിടന്നുറങ്ങൽ, അതേപോലെ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അവയൊക്കെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഫലഖ്, സൂറത്തുൻ നാസ്, അതൊക്കെ പ്രത്യേകിച്ച് തന്നെ സഹോദരങ്ങളെ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും ഉത്തമമായ പരിഹാരമാണല്ലോ ആ അധ്യായം. പക്ഷേ അതൊക്കെ നമ്മൾ പലപ്പോഴും നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അതിൻ്റെ ആശയങ്ങൾ കടന്നു വരാതെ കേവലം ചില അധര വ്യായാമങ്ങളാക്കി മാറ്റുന്ന ഒരവസ്ഥ നമുക്ക് ഈ സൂറത്തുകളും ദിക്റുകളുമൊന്നും പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് അർത്ഥവും ആശയവും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടത് നിർവഹിക്കണം എന്ന് പറയുന്നത്. തീർന്നില്ല, മനുഷ്യ മനസ്സുകളിൽ വിഷമങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദുആ ഉൽ കർബുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം. ഇതൊക്കെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള വസ്വാസുകളൊക്കെ പമ്പ കടക്കും സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകളിൽ നിന്ന് പോകും. അങ്ങനെ ഈ പറയുന്ന മാർഗങ്ങൾ വിശ്വാസരംഗം മുതൽക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ കർമ്മശാസ്ത്ര മേഖലയിലുള്ള ഇബാദത്തുകളിലുള്ള അനുഷ്ഠാനമുറകളിലുള്ള കാര്യങ്ങളിൽ വരെ ഒരുപാട് വസ്വാസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വേറെ ചില ആളുകൾക്ക് ഞാൻ ഇപ്പോൾ ഭാര്യയോട് ത്വലാഖിനെ പറ്റി പറഞ്ഞോ എന്ന് ആശങ്ക, ഞാൻ ഇപ്പോൾ ത്വലാഖിൻ്റെ വാചകം പറഞ്ഞോ എന്ന് ആശങ്ക, ഞാൻ എൻ്റെ ഭാര്യയെ അറിയാതെ ത്വലാഖ് ചൊല്ലി പോകുന്നുണ്ട്, അങ്ങനെ ചൊല്ലിയില്ലേ എന്ന് എനിക്കൊരാശങ്ക. ശൈത്താൻ ഉണ്ടാക്കി തീർക്കുകയാണ്. അങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഉടനെ പറയണ, ഇല്ല, സംഭവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയോട് അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല, അത് ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. അതുപോലെ തന്നെ അങ്ങനെ ഒന്നില്ല എന്ന് മനസ്സിനെ ഉടനെ തന്നെ അങ്ങ് പഠിപ്പിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് വഴിമാറിപ്പോകാനുള്ള ഏറ്റവും വലിയ ജാഗ്രത ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതേ അവസരത്തിൽ ആ തോന്നുന്ന ചിന്തക്കനുസരിച്ച് ഇങ്ങനെ പേടിച്ച് നടക്കുകയാണ്. ഞാൻ ഇപ്പോൾ അവിടെ ത്വലാഖ് ചൊല്ലിയാലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ വിധത്തിൽ ത്വലാഖ് ചൊല്ലിയിട്ടില്ല, അയാൾക്ക് അങ്ങനെ തോന്നുകയാണ്, അല്ലെങ്കിൽ അയാൾ വേറെന്തൊക്കെ പറഞ്ഞു, അയാൾ മനസ്സറിഞ്ഞു പറഞ്ഞിട്ടില്ല, പക്ഷെ അയാൾക്ക് പറഞ്ഞു എന്നിങ്ങനെ തോന്നുക.
ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ തൊട്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഷയങ്ങളിൽ ഇതേപോലെയുള്ള വസ്വാസുകൾ കൊണ്ട് മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരം ഇത് മാത്രമാണ്. അള്ളാഹുവിൽ അഭയം ചോദിക്കുക, അതിന് ആവശ്യമായ നിലക്കുള്ള ദിക്റുകളും ദുആകളും റബ്ബിലേക്കുള്ള തവക്കുലും അവനോടുള്ള ഇസ്തിആനത്ത്, അവനോട് അഭയം ചോദിക്കലും അവനിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കലും ഒക്കെ നമ്മൾ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയും, ഏതൊരു വിഷയത്തിലാണോ മനസ്സ് വല്ലാതെ ആശങ്കപ്പെടുന്നതെങ്കിൽ ആ കാര്യം ഇല്ല, അത് ശൈത്താൻ എന്നെ നശിപ്പിക്കാൻ വേണ്ടി വെറുതെ തോന്നിപ്പിക്കുന്നതാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ആ മേഖലയിൽ നിന്ന് അതീവ ജാഗ്രതയോടെ പിന്മാറുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ വിശ്വാസികൾ ആശ്വാസവും പരിഹാരവും കണ്ടെത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പരിഹാരമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മളെപ്പോഴും അഭയം ചോദിക്കുക. വസ്വാസ് എന്ന് പറയുന്നത് അതൊരാളിൽ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അയാൾ വല്ലാതെ കഷ്ടപ്പെടും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അത് ഏത് മേഖലയിലാണോ അനുഭവിക്കുന്നത്, ഓരോരുത്തർക്കും പല മേഖലകളിലായിരിക്കും അത് തോന്നുക. ആ തോന്നുന്ന മേഖലകളിലൊക്കെ പറഞ്ഞ പരിഹാര മാർഗങ്ങളെ നമ്മൾ സമീപിക്കുക. റഹ്മാനായ റബ്ബ് ശരിക്കും ദൃഢതയോടുകൂടി റബ്ബിനെ ഇബാദത്തെടുത്തുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തിയും മഹബത്തും ഒക്കെ നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള അബദ്ധങ്ങളും അപാകതകളുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്നുണ്ടാകും. റഹ്മാനായ റബ്ബ് അവൻ്റെ പ്രത്യേകമായ ഫളുൽ മുഖേന വലുതും ചെറുതുമായ സർവ്വപാപങ്ങളും പുറത്തു തന്നുകൊണ്ട് നമ്മെ ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.